അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനങ്ങൾ സമാധാനപൂർണമാകണം. കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗത്തിലാണ് തീരുമാനം. അധ്യാപകൻ മാർക്ക് കൂട്ടിയിട്ട പിശകു കാരണം SSLC പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് ആദ്യം A+ നഷ്ടപ്പെട്ട സംഭവം ഗൌരവമുള്ളതെന്ന് MLA M. വിജൻ. വിദ്യാർത്ഥി ധ്യാൻ കൃഷ്ണയുടെ വീട് MLA സന്ദർശിച്ചു. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധനവ്. വിളകളെല്ലാം ശക്തമായ മഴയിൽ നശിച്ചതോടെയാണ് വില വർധനവുണ്ടായത്. കുഞ്ഞിമംഗലം മെഡാട്ട ദേശീയപാതയിൽ നിന്നും പയ്യന്നൂർ കോളേജിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഉപകരിക്കുന്ന ഇടവഴിയുടെ ദുരവസ്ഥ പരിഹരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു പഞ്ചായത്ത്. നടപടി കഴിഞ്ഞ ദിവസത്തെ നെറ്റ്വർക്ക് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഭാഗമായുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പൂർണ്ണമായും സമാധാനപരമായി നടത്തുന്നതിന് തീരുമാനമായി കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗത്തിലാണ് തീരുമാനം. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും മാത്രമേ പ്രകടനങ്ങൾ നടത്താവൂ. ആഹ്ലാദ പ്രകടനങ്ങൾ രാത്രി 9 മണി വരെയാണ് അനുവദിക്കുക. പ്രശ്ന സാധ്യതാ സ്ഥലങ്ങളിലെ വിജയാഘോഷങ്ങളുടെ സമയപരിധി ആവശ്യമെങ്കിൽ പരിമിതപ്പെടുത്തും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്യും. ഒരേ സമയം ഒരു പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ പാർട്ടികളുടെ പ്രകടനങ്ങളും അനുവദിക്കില്ല. ആഹ്ലാദ പ്രകടനങ്ങൾ കടന്നുപോകുന്ന വഴി പോലീസിന്റെ ഇലക്ഷൻ സെല്ലിൽ മുൻകൂട്ടി അറിയിക്കണം. പടക്കങ്ങൾ പരമാവധി ഒഴിവാക്കണം. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുള്ള ബൈക്കോടിക്കൽ, 2ൽ കൂടുതൽ പേർ ബൈക്കിൽ യാത്ര ചെയ്യൽ, യാത്ര ചെയ്തുകൊണ്ടുള്ള കൊടിവീശൽ എന്നിവ അനുവദിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി സ്ഥാപിച്ച ബാനറുകളും ബോർഡുകളും ഉടൻ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നും അല്ലാത്ത പക്ഷം പോലീസ് നീക്കം ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തരക്കടലാസ് പരിശോധിച്ച അധ്യാപകൻ മാർക്ക് കൂട്ടിയിട്ടതിലെ പിഴവു കാരണം SSLC പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് ആദ്യം A+ നഷ്ടപ്പെട്ട സംഭവം ഗൌരവമുള്ളതാണെന്ന് M. വിജൻ MLA. വിദ്യാർത്ഥി ധ്യാൻ കൃഷ്ണയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ഗൗരവമായി, ഒരുപക്ഷെ അധ്യാപകർ ഒരുപാട് പേപ്പേഴ്സ് വാല്യൂഷനിടയിലായിരിക്കും, പക്ഷെ ഇത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്ന് പ്രധാനപ്പെട്ടതാണ്. അധ്യാപകരുടെ ഭാഗത്ത് നല്ല ജാഗ്രത ഉണ്ടാകണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ മികവാർന്ന നിലയിൽ വിദ്യാഭ്യാസം നൽകുകയാണ്. പരീക്ഷാ റിസൾട്ടിലായാലും പേപ്പറിലായാലും ഒക്കെ അതുള്ള പരീക്ഷാ റിസൾട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്. അത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ധ്യാനെ M. വിജൻ MLA അഭിനന്ദിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ MV ഗിരീഷിന്റെയും NV പ്രിയയുടെയും മകനാണ് ധ്യാൻ കൃഷ്ണ. ധ്യാനിന്റെ ഇഷ്ടവിഷയമായ ബയോളജിയിൽ A ലഭിച്ചത് ആർക്കും വിശ്വസിക്കാനായില്ല. അങ്ങനെയാണ് റീവാലുവേഷന് അപേക്ഷിക്കുന്നത്. പുനഃപരിശോധനയിൽ ഫുൾ A+ കിട്ടിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിച്ചപ്പോഴാണ് കണക്ക് പിഴ ബോധ്യപ്പെട്ടത്. 23ഉം 17ഉം കൂട്ടിയിട്ടത് 40-ന് പകരം 30 ആയിരുന്നു. ഇതാണ് ബയോളജിയിൽ A+ ആവാൻ കാരണമായി തീർന്നത്. ധ്യാൻ കൃഷ്ണയുടെ ഈ വിഷയം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ധ്യാൻ കൃഷ്ണയുടെ മുന്നിൽ വെച്ച് തന്നെ, വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നേരിട്ട് അറിയിക്കുകയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കർശന
വിശദമായ പരിശോധന നടത്തും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായ നിവേദനം കൂടി നൽകാൻ മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ MLA നില നൽകും. വിശദമായിട്ടുള്ളൊരു പരിശോധനയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കടുത്ത വേനലിനെ അതിജീവിച്ച വിളകളെല്ലാം ശക്തമായ മഴയിൽ നശിച്ചതോടെയാണ് പച്ചക്കറി വിലയിൽ വൻ വർധനവ് ഉണ്ടായത്. 20 മുതൽ 60% വരെ വില വർധനവാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ ഇനം പച്ചക്കറികൾക്ക് വർദ്ധിച്ചത്. പച്ചക്കറിയെ കൂടാതെ ഇറച്ചിയുടെയും മീനിന്റെയും വിലയിലും വർധന ഉണ്ടായിട്ടുണ്ട്. ഹോട്ടൽ വ്യാപാര മേഖലയെയും വില വർധന കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ വിളകളാണ് കടുത്ത വേനലിൽ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാതെ പലയിടത്തും ഉണങ്ങി നശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും കൃഷി നശിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കടുത്ത വേനലിലും കനത്ത മഴയിലും വാഴ ഉൾപ്പെടെ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കൃഷിയും നശിച്ചിരുന്നു. പ്രധാനമായും കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കോയമ്പത്തൂർ, കമ്പം, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇവിടങ്ങളിൽ പെയ്ത അപ്രതീക്ഷിതമായ വേനൽ മഴ കൃഷി നശിക്കുന്നതിനും പച്ചക്കറിയുടെ വരവ് കുറയുന്നതിനും കാരണമായിട്ടുണ്ട്. ഇതാണ് വിപണിയിൽ വില വർദ്ധിക്കാൻ പ്രധാന കാരണമെന്നാണ് കരുതുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം എടാട്ട് ദേശീയപാതയിൽ നിന്നും പയ്യന്നൂർ കോളേജിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഉപകരിക്കുന്ന ഇടവഴിയുടെ ദുരവസ്ഥ പരിഹരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ച് പഞ്ചായത്ത് അധികൃതർ. കഴിഞ്ഞ ദിവസത്തെ നെറ്റ്വർക്ക് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിന്നും പയ്യന്നൂർ കോളേജിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഈ പാതയുടെ ദുരവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പയ്യന്നൂർ കോളേജിലേക്ക് മാത്രമല്ല സംസ്കൃത സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തുടങ്ങി സ്കൂളുകൾ, അംഗൻവാടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന പൊതുവഴി കൂടിയാണിത്. വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിന് നടപടികൾ ആരംഭിച്ചു. NHCK ഹോട്ടൽ നടപ്പാതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേശീയപാതയുടെ ഭാഗമായിട്ട് റോഡ് ഉയർന്നുകൊണ്ട് ഈ റോഡിൽ ഈ നടപ്പാതയിൽ വെള്ളം കെട്ടിക്കുന്നൊരവസ്ഥയുണ്ട്. നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി തീരുമാനിക്കുകയും നമ്മൾ ഒരു 10-13 റോഡ് മണ്ണ് ഇട്ടു. പക്ഷേ എന്നിട്ടും അപ്പോൾ ചളിയായതുകൊണ്ട് നിർത്തിവെക്കാൻ പോകുന്നു. അങ്ങനെ നിർത്തിവെച്ചാണ്. പിന്നെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ പിന്നെ താറ് മാന്തുന്നത് ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അവർ ഇറക്കി തൊടാത്തതുകൊണ്ടാണ് ശേഷം താമസം വന്നത്. ദേശീയപാത മണ്ണിട്ട് ഉയർത്തിയതിനെ തുടർന്ന് ഈ വഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് ഒഴുകിപ്പോകാത്തതാണ് പാതയുടെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. ഇവിടെ മണ്ണിട്ടുയർത്തി JCB ഉപയോഗിച്ച് നിരപ്പാക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടന്നത്. പ്രവൃത്തി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാത സഞ്ചാരയോഗ്യമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സേന പ്രവർത്തകർക്കും ERT വളണ്ടിയർമാർക്കും പരിശീലനം നൽകി. നഗരസഭാ ഹാളിൽ നടന്ന പ്രാഥമിക പരിശീലന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കാലവർഷം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സന്നദ്ധ സേനാ പ്രവർത്തകർക്കും ERT വളണ്ടിയർമാർക്കും നൽകിയ പ്രാഥമിക പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. മഴ തുടങ്ങുമ്പോൾ തന്നെ അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തേക്ക് വലിയ തോതിലെങ്കിലും തെക്കൻ ഭാഗത്തൊക്കെ വലിയ തോതിലേക്ക് വെള്ളക്കെട്ടൊക്കെ അനുഭവപ്പെടുന്നതായി ആലപ്പുഴ ഭാഗത്തൊക്കെ ആളുകളെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2018-19 വർഷങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയ തോതിലേക്കുള്ള വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ജയ അധ്യക്ഷത വഹിച്ചു. ദുരന്തമുഖത്ത് അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടേണ്ടുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KV പ്രഭാകരൻ, അരുൺ K. നമ്പ്യാർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് TP എന്നിവർ ക്ലാസ് എടുത്തു. തുടർന്ന് വളണ്ടിയർമാർക്കുള്ള 2ാം ഘട്ട പരിശീലനം അഗ്നിശമന സേനാ വിഭാഗം ഓഫീസിൽ നടക്കുമെന്നും യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭയിലെ ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു കൺട്രോൾ റൂം ആരംഭിച്ചുകൊണ്ടും ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, ആരോഗ്യ വിഭാഗം, സന്നദ്ധ സംഘടനകൾ, എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനും തീരുമാനിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നോഡൽ ഓഫീസറായി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V. ബാലൻ, VV സജിത, T. വിശ്വനാഥൻ,
നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, സൂപ്രണ്ട് A ആന്റണി, KSEB സബ് എഞ്ചിനീയർ വിവേക് PV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കലാകാരന്മാരുടെ അരങ്ങേറ്റം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്കിന് കീഴിൽ പരിശീലനം നടത്തിവരുന്ന പഠിതാക്കളുടെ അരങ്ങേറ്റം കല്യാശ്ശേരി ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. മോഹിനിയാട്ടത്തിലും നാടൻപാട്ടിലും പരിശീലനം നേടിയ 50ലേറെ പഠിതാക്കളുടെ അരങ്ങേറ്റമാണ് നടന്നത്. മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം നയന നാരായണനും നാടൻപാട്ടിൽ സംഗീത ഷിബുവുമാണ് പരിശീലനം നൽകിയത്. കേരള സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ടാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പഠിതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും വിവിധ കലാമത്സരങ്ങൾക്കുള്ള പരിശീലനം നൽകി വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പടന്ന തേക്കേക്കാട് തീവെപ്പ് അറസ്റ്റിൽ ദുരൂഹത ആരോപിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ആളുകൾ സ്ഥിരം ശല്യക്കാരായി നിൽക്കുന്ന ആളുകളാണ് വണ്ണോത്സവം കേസിൽ പ്രതിയാക്കി RTO കോടതിയിൽ ദണ്ഡനത്തിന്റെ ഭാഗമായി 6 മാസം വിചാരണയ്ക്ക് വിധേയമാക്കി അവിടെ ശിക്ഷ അവസാനിക്കുകയാണ്. തെക്കേക്കാടിലെ പ്രീജിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ കത്തിയതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി യഥാർത്ഥ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് CPIM പടന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പരാതിക്കാരിയുടെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനും ചില ഉന്നതരും ഇടപെട്ടാണ് തുടർ ചോദ്യം ചെയ്യലോ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്യാതെ തിടുക്കപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതും ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് റിമാൻഡിലാക്കിയതും ചിലരുടെ ആസൂത്രിത ശ്രമമാണെന്നും നേതാക്കൾ പറഞ്ഞു. മാർച്ചിന് മുന്നോടിയായി കാലിക്കടവിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. സ്റ്റേഷനു മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച മാർച്ച് തടഞ്ഞു. S രമണൻ അധ്യക്ഷത വഹിച്ചു. മാധവൻ മണിയറ, PC സുബൈദ, TP കുഞ്ഞബ്ദുള്ള, C കൃഷ്ണൻ, M സുമേഷ്, രാമചന്ദ്രൻ തുരുത്തി, PV കൃഷ്ണൻ, CV പ്രമീള, PK പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ പാർക്കിൽ എത്തുന്നവർക്ക് ഒരു ചെറിയ ബോട്ടുമായി വന്നാൽ ഇവിടെ തുഴഞ്ഞു കളിക്കാം. റോഡിലെ കുഴിയിൽ അത്രയേറെ വെള്ളമുണ്ട്. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വെറും 500 മീറ്റർ ദൂരത്തിലാണ് ഈ കുഴികളുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ല. അത്ര വലിയ കുഴിയും വെള്ളക്കെട്ടുമാണിവിടെ. നാട്ടുകാരെല്ലാം പാർക്കിനകത്തുകൂടിയാണ് നടന്നു പോകുന്നത്. ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളമാണ് ഈ കുഴികളിൽ കെട്ടിക്കിടക്കുന്നത്. പാർക്ക് നിർമ്മാണ സമയത്ത് ഒഴുകിയെത്തുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനം വേണ്ടത്ര നല്ല രീതിയിൽ ഒരുക്കാത്തതാണ് ഈ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ഈ വെള്ളം റോഡിൽ കെട്ടിക്കിടന്ന ടാറിംഗ് പൊളിഞ്ഞാണ് ഇവിടെ കുഴി രൂപപ്പെട്ടത്. ഈ കുറഞ്ഞ ദൂരം ടാറിംഗ് നടത്തി വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കാത്തത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ കക്ഷികൾ അനാവശ്യ കാര്യങ്ങൾക്കായി സമരം ചെയ്യാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്റ്റെപ്സിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നു. ജൂൺ 2 പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്റ്റെപ്സിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നു. ജൂൺ 2 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുമോദന സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ 9:30 വയലിൻ ഫ്യൂഷൻ അരങ്ങേറും. തുടർന്ന് TI മധുസൂദനൻ MLA അധ്യക്ഷതയിൽ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഗീതജ്ഞൻ VS വിദ്യാധരൻ മാസ്റ്റർ, കണ്ണൂർ റൂറൽ സൂപ്രണ്ട് ഓഫ് പോലീസ് M ഹേമലത IPS, വേൾഡ് വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖ, സിവിൽ സർവീസ് 40ാം റാങ്ക് ജേതാവ് അർച്ചന PV, ഡോക്ടർ KV സജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MLA TI മധുസൂദനൻ, VP മോഹനൻ,
കെ ശിവകുമാർ, പ്രൊഫസർ വി കെ നിഷ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവിത സായാഹ്നങ്ങളിലേക്ക് നീങ്ങുന്ന ചിലർ വൈകുന്നേരങ്ങളിൽ കരിവെള്ളൂരിൽ ഒത്തുകൂടുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ജോലി ചെയ്തവർ. ദേശീയപാത വികസനത്തിനു മുമ്പ് മരത്തണലിൽ ഒത്തുചേർന്ന ഇവർക്ക് പുതിയ പാതയുടെ വരവോടെ ഇല്ലാതായത് വൈകുന്നേരങ്ങളിലെ ഇരിപ്പിടമാണ്. ഒരു കാലത്ത് ഇവർ ഇവരുടെ സായാഹ്നങ്ങളിൽ ഒത്തുകൂടിയിരുന്നത് കരിവെള്ളൂരിലെ ദേശീയപാതയോരത്തെ മരത്തണലിലായിരുന്നു. എന്നാൽ ഇന്ന് നാട് വികസനത്തിന് വഴിമാറിക്കൊടുത്തപ്പോൾ തണൽ വിരിച്ചു നിന്നിരുന്ന പാതയോരങ്ങൾ ഇല്ലാതായി. എങ്കിലും ജീവിത സായാഹ്നത്തിൽ സൗഹൃദ തണൽ വിട്ടുകളയാതെ സൂക്ഷിക്കുകയാണ് ഈ കൂട്ടുകാർ. ദേശീയപാത വികസനത്തിനു വേണ്ടി മരങ്ങൾ മുറിച്ചു നീക്കിയപ്പോൾ ഇവരുടെ ഇരിപ്പിടങ്ങളും നഷ്ടമായി. മരത്തണലില്ലെങ്കിലും തമ്മിൽ മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ എന്നും വൈകുന്നേരങ്ങളിൽ ഇവർ ഇവിടെ ഒത്തുകൂടും. വയോജനങ്ങളുടെ ഒരു സംഗമം ഇപ്പോൾ നടക്കുന്നു. കാരണം മറ്റ് നാഷണൽ ഹൈവേൻ്റെ റോഡ് വന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാൻ അതുകൊണ്ട് വലിയ സ്ഥലത്ത് കൂട്ടമായി ഇരുന്നിട്ട് നാട്ടുകാര്യങ്ങളും മറ്റൊക്കെ സംസാരിച്ചിരിക്കാൻ നേരെ കഴിയും. വിശേഷങ്ങൾ പങ്കുവെക്കും. രാഷ്ട്രീയം മുതൽ വീട്ടുവിശേഷം വരെയുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ടാകും. വിരമിച്ച അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, നെയ്ത്തുതൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. TTV കുഞ്ഞികൃഷ്ണൻ, KV ബാലൻ, T ബാലൻ തുടങ്ങിയവരാണ് ഒത്തുചേരലിന്റെ അമരക്കാർ. എന്നുമുള്ള ഈ ഒത്തുചേരൽ മാനസിക പിരിമുറുക്കങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറയ്ക്കുമെന്ന് ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 50ന്റെ നിറവിൽ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ജൂൺ 3-ാം തീയതി പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 1974 ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി വരെ എത്തിയ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 50ാം വാർഷികവും ഉന്നത വിജയാഘോഷവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചു. പ്രവേശനോത്സവം, ഓണാഘോഷം, പുതിയ കുട്ടികൾക്ക് യൂണിഫോം വിതരണം, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, സ്മരണികാ പ്രകാശനം, ഗേറ്റ് സമർപ്പണം, സമാപന സമ്മേളനം എന്നിവയാണ് മറ്റ് ആഘോഷ പരിപാടികൾ. ജൂൺ 3-ന് TA മധുസൂദനൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. SSLC, +2 വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ ആദരിക്കും. തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, ഹെഡ്മാസ്റ്റർ KM പ്രസാദ്, സംഘാടക സമിതി ചെയർമാൻ KK ജോയി, KD പ്രവീൺ, മദർ PTA പ്രസിഡന്റ് സ്മിത ഷൈജു, G പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സംയുക്തമായി മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. നഗരസഭയിൽ വച്ച് നടന്ന പുകയില വിരുദ്ധ ദിനാചരണ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ R സന്തോഷ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, T വിശ്വനാഥൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, സൂപ്രണ്ട് ശിവജി, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ, AV സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നഗരസഭാ ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. K കുഞ്ഞിക്കണ്ണന്റെ 3-ാം ചരമവാർഷിക ദിനാചരണം ഏഴിലോട് കല്ലമ്പള്ളി റോഡിലെ അഴീക്കോടൻ സെന്ററിൽ നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചെറുതാഴം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരവെ നിര്യാതനായ K കുഞ്ഞിക്കണ്ണന്റെ 3-ാം ചരമവാർഷിക ദിനാചരണം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂമുഖത്ത് പിറവിയെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് ശിശുവിനെ പിറവിയെടുത്ത ഉടനെ നശിപ്പിച്ച് പാതാളത്തിലേക്ക് തള്ളിക്കളയാൻ അന്നത്തെ മുതലാളികൾക്കും എല്ലാ ഭരണാധികാരികളും എല്ലാ പിന്തിരിപ്പന്മാരും പരിശ്രമിച്ചത് മഹാനായ മാർക്സ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തെ ഒരു ദുർഭൂതം എന്നാണ് ലോകത്തെല്ലാമുള്ള മുതലാളിത്ത ശക്തികളും സാമ്രാജ്യത്വ ശക്തികളും പിന്തിരിപ്പന്മാരും വിശേഷിപ്പിച്ചത്. CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. AV രവീന്ദ്രൻ പതാക ഉയർത്തി.
വി വിനോദ്, എം വി രാജീവൻ, പി പ്രഭാവതി, സി പി ഷിജു, എം വി രവി, എ മാധവൻ, എം രവീന്ദ്രൻ, എം അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏറ്റുകുടുക്ക AUP സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂൺ 3-ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. കനവ് എന്ന പേരിലുള്ള കുട്ടികളുടെ ശാസ്ത്രോദ്യാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിക്കും. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ശാസ്ത്ര ലാബും കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കും. C സത്യപാലൻ സോളാർ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ PV ബാലൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ CK രമേശൻ, C രവീന്ദ്രൻ, വൈക്കത്ത് രതീഷ്, T നാരായണൻ, രവീന്ദ്രൻ TP, M പ്രസാദ്, PV രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. OK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കണ്ണൂർ റൂറൽ SPC ADN OK പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SPCയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് SSLC പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങി പുതിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏച്ചിമാർ, ഏട്ടന്മാർ അല്ലേ, സൂപ്പർ സീനിയേഴ്സ്. തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? സീനിയേഴ്സ് ഉണ്ട് അല്ലേ. പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്ത് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക P ലീന ടീച്ചർക്കുള്ള SPCയുടെ ഉപഹാരം ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു. പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, SPC ഗാർഡിയൻ പ്രസിഡന്റ് PV രാജേഷ്, മദർ PTA പ്രസിഡന്റ് P ഷിബിന, MT ബാബു, M സിൽജ, ലതീഷ് പുതിയടത്ത്, NV ആദിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അജ്മാൻ KMCC മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ടാലന്റ് മീറ്റ് സീസൺ 30 സമാപിച്ചു. പ്രശസ്ത ട്രെയിനറും MSF ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് മലപ്പുറം ക്ലാസിന് നേതൃത്വം നൽകി. നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ 400ഓളം വിദ്യാർത്ഥികളെ MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി 3 തവണയായി ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയാൻ, നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. പ്രശസ്ത ട്രെയിനറും MSF ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് മലപ്പുറം ക്ലാസിന് നേതൃത്വം നൽകി. അജ്മാൻ KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുള്ള പടന്ന അധ്യക്ഷത വഹിച്ചു. അജ്മാൻ KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷാഫി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, TC റഹ്മാൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റഫൂഖ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി, MSF സംസ്ഥാന കമ്മിറ്റി അംഗം അസ്രുദ്ദീൻ മണിയനൊടി, ജാബിർ തങ്കയം, അഷ്റഫ് പോത്താങ്കണ്ടം, മെഹബൂബ് IT തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് കൺവെൻഷനും SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും മാത്തിൽ വ്യാപാരി വ്യവസായി സമിതി ഓഫീസിൽ നടന്നു. KVVS കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് കൺവെൻഷനും SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും മാത്തിൽ വ്യാപാരി വ്യവസായി സമിതി ഓഫീസിൽ നടന്നു. KVVS കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV മനോഹരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കൂടി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പൊതു ജനങ്ങളോടൊപ്പം നമ്മുടെ നാടിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി സമിതി എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയൊരു ആമുഖം എന്നുള്ള രീതിയിൽ എന്താണ് വ്യാപാരി വ്യവസായി സമിതി, എപ്പോഴാണ് വ്യാപാരി വ്യവസായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി രൂപം കൊണ്ടത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ ഈ വ്യാപാര മേഖലയിൽ ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവുക. ജനപ്രിയ നടൻ ഗോപിനാഥൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു.
KVVS പെരിങ്ങോം ഏരിയ സെക്രട്ടറി MV ശശി, KVVS കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന വിവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനങ്ങൾ സമാധാനപൂർണമാകണം. കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗത്തിലാണ് തീരുമാനം. അധ്യാപകൻ മാർക്ക് കൂട്ടിയിട്ട് പിശകു കാരണം SSLC പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് ആദ്യം A+ നഷ്ടപ്പെട്ട സംഭവം ഗൗരവമുള്ളതെന്ന് MLA M. വിജൻ. വിദ്യാർത്ഥി ധ്യാൻ കൃഷ്ണയുടെ വീട് MLA സന്ദർശിച്ചു. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധനവ്. വിളകളെല്ലാം ശക്തമായ മഴയിൽ നശിച്ചതോടെയാണ് വില വർധനവുണ്ടായത്. കുഞ്ഞിമംഗലം മെഡാട്ട ദേശീയപാതയിൽ നിന്നും പയ്യന്നൂർ കോളേജിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഉപകരിക്കുന്ന ഇടവഴിയുടെ ദുരവസ്ഥ പരിഹരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു പഞ്ചായത്ത്. നടപടി കഴിഞ്ഞ ദിവസത്തെ നെറ്റ്വർക്ക് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.